2 ലക്ഷത്തിലധികം തൊഴിലാളികളും 743 സഹകരണ സംഘങ്ങളും ഈ മേഖലയെ ആശ്രയിച്ച് പ്രവർത്തിച്ചു വരുന്നു. എന്നാൽ വിപണിയിൽ ഉണ്ടായിരുന്ന ഇടിവും ഉപഭോക്താക്കളുടെ കുറവും നൂതന ഉൽപ്പന്നങ്ങളുടെ അഭാവം കാരണം കയർ സഹകരണ സംഘങ്ങളും തൊഴിലാളികളും കുറേ നാളുകളായി തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സ്ത്രീ ശാക്തീകരണത്തിനും പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കാനും സംഘങ്ങൾ കൂടുതൽ വിപണി കണ്ടെത്തുന്നതിനും തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കുന്നതിനും മെച്ചപ്പെട്ട കൂലിയും വരുമാനവും ഉറപ്പാക്കുന്നതിനും വലിയ തോതിലുള്ള പ്രയത്നം ആവശ്യമാണ് എന്നാണ് സർക്കാർ കരുതുന്നത്. കേരളത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലയായ കയർ മേഖലയുടെ പ്രത്യേകമായ ഉണർവ് നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 മാസക്കാലമായി ഞങ്ങൾ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ ഓഗസ്റ്റ് 10 തീയതി മുതൽ ഓഗസ്റ്റ് 10 മുതൽ ഒരു വീട്ടിലൊരു കയറുൽപ്പന്നം, കയറിനൊരു കൈത്താങ്ങ് എന്നൊരു പദ്ധതി ഫെബ്രുവരി 10 വരെ 6 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റ് 9 3 മണിക്ക് കയർ കോർപ്പറേഷന്റെ ഓഡിറ്റോറിയത്തിൽ സഹകരണ മന്ത്രി എം ലിജുവിന്റെ അധ്യക്ഷതയിൽ ആഭ്യന്തര കയർ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ കയർത്തൊഴിലാളികൾക്ക് കയർ മേഖലയ്ക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ വിതരണം ആലപ്പുഴ MPC KC വേണുഗോപാൽ നിർവഹിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ലക്ഷ്യം 6 മാസക്കാലം കേരളത്തിലെ ഓരോ ഭവനത്തിലും ഒരു കയറുൽപ്പന്നം എത്തിക്കുക എന്നുള്ളതാണ്. പരമ്പരാഗത കയർത്തൊഴിലാളികൾക്കും അതോടെ തന്നെ കയർ മേഖലയ്ക്കും ഇതുകൊണ്ട് വലിയ തോതിലുള്ള പ്രയോജനം ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്കുള്ളത്. ഈ കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വിദ്യാലയങ്ങളിലും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അവരുടെ വീടുകളിലും കയറുൽപ്പന്നങ്ങൾ വാങ്ങണമെന്നുള്ള എല്ലാ വകുപ്പ് അധ്യക്ഷന്മാർക്കും ചീഫ് സെക്രട്ടറി തന്നെ ഇത് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഭാഗമായി നോക്കട്ടെ, പോലീസിന്റെ ജോലി ചെയ്യും, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അവർക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പോലീസിന്റെ ജോലി ചെയ്തോളൂ. പോലീസ് എന്താ ചെയ്യേണ്ടതെന്ന് അവർ തീരുമാനിച്ചോളും. അവർ ചെയ്തിട്ട് എനിക്കറിയില്ല, ഞാനൊന്നും അന്വേഷിക്കാം. എത്രയോ പ്രതികളുടെ കാര്യങ്ങൾ നാട്ടിൽ നടക്കാറുണ്ട്, അതൊക്കെ നമ്മൾക്ക് എല്ലാം അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഈ നമ്മുടെ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അതാരെങ്കിലും നമുക്ക് കാണാതായി പോവുകയാണെങ്കിൽ അപ്പം തന്നെ കോസ്റ്റ് ഗാർഡ്, നേവി, അതോടൊപ്പം തന്നെ മറ്റ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം എല്ലാം നമ്മൾ തേടാറുള്ളതാണ്. എപ്പോഴും അത് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പം 3 പേരെ കാണാതായിട്ടുണ്ട്. അന്വേഷണം കാര്യമായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ കടല് വളരെ പ്രക്ഷുബ്ധമാണല്ലോ ആയിരുന്നല്ലോ ഈ സമയത്തെ. ആ സമയം ഏതായാലും അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊർജിതമായി തന്നെ നടക്കുകയാണ്. പിന്നെ ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയായിരിക്കും ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോകുന്നത്. വളരെ വിജയകരമായിട്ട് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും
ഇതിന് വളരെയേറെ സഹായമാണ് നൽകുന്നത്. പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളും ഓപ്പറേഷൻ തുഫാനിന് വൻപിച്ച പിന്തുണയാണ് നൽകുന്നത്. അതിൻ്റെ പ്രയോജനം ഇന്ന് കാണുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ ഈ മയക്കുമരുന്ന് ഒട്ടും കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതോടൊപ്പം തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. ഓണമാകുമ്പം കുറേ കൂടി ജാഗ്രത പുലർത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ എല്ലാ ഏജൻസികളും ഈ ഓണക്കാലത്ത് ശക്തമായി തന്നെ ഇത് നിയന്ത്രിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അടുത്ത ഘട്ടം ഓണം കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അടുത്ത ഒരു 6 മാസത്തെ ഒരു കർമ്മ പരിപാടിയാണ്. ഞാൻ വേറെ എങ്ങും പറഞ്ഞില്ല. 6 മാസത്തെ കർമ്മ പരിപാടിയാണ് അത് ഇടാൻ പോകുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്. അത് വലിയ വിജയമാണ്. ഇപ്പം തന്നെ പ്രധാനമന്ത്രി തന്നെ ഈ പദ്ധതി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. രാജ്യത്ത് നിന്ന് തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും പ്രധാനമന്ത്രിയും മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെ ഇത്രയും കാലം അത് ചെയ്യാതിരുന്നു എന്നുള്ള ഒരു പരാതി എനിക്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രിക്കും 15 വർഷം കിട്ടിയിട്ടും അവരിപ്പോഴാണ് ഇത് ഉണർന്നത്. ഏതായാലും അതിനൊരു പ്രേരക ശക്തിയായി തുഫാൻ മാറിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. രാജ്യം മുഴുവൻ നടത്തേണ്ട ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണിത്. കേരള ഗവൺമെൻറ് ഏതായാലും ഇത് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.